അങ്ങനെ ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 25 ദിവസത്തോളമായി, 24 ദിവസമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ 5:30 റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടുത്തെ 5:30 സീനറി ഇങ്ങനെയാണ് കേട്ടോ. ആ കാണുന്ന ഹിമാലയം, അതിൻ്റെ മുകളിൽ ഫുള്ള് വെളിച്ചാണ്. അവിടെയൊക്കെ വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സിസുവിലാണ്. നമ്മളിനി കിലോങ് വഴി ലേയിലേക്ക് പോകാനാണ് പ്ലാൻ. ലാസ്റ്റ് പെട്രോൾ പമ്പ് കിലോങ്ങിലാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ BSNL അല്ലാണ്ട് വേറെ ഒരൊറ്റ സിമ്മിന് റേഞ്ചില്ല. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു BSNL സിമ്മ് കയ്യിൽ കരുതുക, ഫുൾ റീചാർജ് ചെയ്തിട്ട്. വേറൊരൊറ്റ സിമ്മിനും റേഞ്ചിൽ കിലോങ്ങിലെ എയർടെൽ പോസ്റ്റ് പെയ്ഡിന് റേഞ്ച് ഉണ്ടെന്നാണ് പറയണത്. BSNL സിമ്മില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നടക്കില്ല. നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് വരെ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഇനി സൂര്യപ്രകാശം എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി അങ്ങോട്ടാണ് നമ്മുടെ പ്രശ്നം പിടിച്ച റോഡുള്ളൂ. മെയിനായിട്ട് ശ്വാസം, ഓക്സിജൻ്റെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാൻ പോകണല്ലോ. നല്ല കട്ട സീനറിയാണ് കേട്ടോ. ഹിമാലയം മാത്രം തെളിഞ്ഞ് വേണം, ബാക്കി എല്ലായിടത്തും ഇരുട്ട്. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരം വെളുത്തു. തണവൊരു രക്ഷയില്ല. 6 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. എൻ്റെ സൗണ്ട് മാറി, മൂക്കടഞ്ഞ് കട്ട സീനായി. വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് ചൂടാക്കി. അല്ലെങ്കിൽ എൻജിൻ ഓയിൽ നമ്മൾ ഈ മഞ്ഞ് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണൊക്കെ ഒരു കട്ട പിടിച്ചിരിക്കണില്ല, അതേ അവസ്ഥയിലായിരിക്കാനാണ് ചാൻസ്. രാത്രി -ഡിഗ്രി ആണ് ഇവിടെ. നമ്മൾ വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം ചൂടായി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. 6:10 400 കിലോമീറ്റർ ഒന്ന് കവർ ചെയ്യണം ഇങ്ങനത്തെ റൂട്ടിൽ കൂടെ. എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അതിനിടയ്ക്ക് ഇവിടുത്തെ തന്നെ ഈ ഒരു റൂട്ടിലത്തെ ഏറ്റവും അവസാനത്തെ, അതായത് ലഡാക്ക് ലേയിൽ പമ്പുണ്ടെന്നാണ് പറയണത്. അവസാനത്തെ പെട്രോൾ പമ്പ് കിലോങ്ങിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് 2 ക്യാനിൽ നമുക്ക് പെട്രോൾ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 300-350 കിലോമീറ്ററോളം പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്ട്രാ ക്യാനൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കണത്. ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള യൂസ് വരണത്. പമ്പിലേക്ക് 25 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സൈസൂന്ന്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റോഡാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊന്നും അധികമില്ല. അപ്പോൾ ജാക്കറ്റിൻ്റെ ഉള്ളിൽ 2 ടീഷർട്ട്, അതിൻ്റെ മുകളിലൊരു ഓവർകോട്ട് ഇട്ടിട്ട്, അതിൻ്റെ മുകളിൽ തെർമലും റെയിൻ കോട്ടും ജാക്കറ്റ് ഇട്ടിട്ടും നമുക്ക് ഉള്ളിലേക്ക് തണവ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കാൻ മൂത്രമൊഴിക്കുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണമെന്നാണ് എല്ലാവരും പറയണത്. പിന്നെ നമ്മൾ മറ്റേ ഗുളിക കഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗുളിക എല്ലാം കഴിച്ചേക്കണം. കുറച്ച് വെളുത്തുള്ളി എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ അറിയാണ്ട് ഉച്ചയ്ക്ക് ഒരെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞില്ല. അതിന് ശേഷം ഭയങ്കര സീനായിരുന്നു. വയറാന, വയറിളക്കം, കുറേ പ്രശ്നങ്ങൾ. നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുക, ടയേർഡാവുക, ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് ശരിക്കും ഹാഫ് കഴിക്കണമെന്ന് പകരം ഫുള്ള് കഴിച്ചു, നമുക്ക് കറക്റ്റായിട്ട് അറിയാണ്ട്. പിന്നെ ആ ഗുളിക കഴിക്കാൻ നിന്നില്ല, വരണോർത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡായി. പിന്നെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ഇല്ല. ഞാനാണെന്ന് വാട്ടർ പ്രൂഫ് ഷൂ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് മണാലി ടൗണിൽ നിന്ന് തന്നെ വാട്ടർ പ്രൂഫ് ഷൂ കിട്ടും. ഏകദേശം 450 രൂപയുടെ താഴെയാണ് റേറ്റ് വരാം. അതൊരെണ്ണം വില പേശി കഴിഞ്ഞാൽ അതിലും വില കുറവിന് കിട്ടും. അതൊരെണ്ണം വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുക. അതേപോലെ തന്നെ ഈ തണുപ്പിനെ പ്രതിരോധിക്കണ ടൈപ്പിലുള്ള ജാക്കറ്റ് കിട്ടും. ഏകദേശം ഒരു 500 രൂപ മുതൽ അവിടെ നിന്ന് കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം. അത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തോടത്തൊക്കെ ആ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണത് 2000 രൂപയ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പരമാവധി വരാൻ ശ്രമിക്കുക. ഇപ്പോൾ സൂര്യപ്രകാശം നല്ല പോലെ തന്നെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പർവ്വതത്തിൻ്റെ ആ ലൈന് ഇറങ്ങി വരുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സൂര്യപ്രകാശം നല്ലപോലെ തന്നെ അടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു മലയുടെ മുകളിൽ നിറച്ച ഐസാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഗോപ്രോ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തരത്തിൽ ഏത് തരത്തിൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് മരങ്ങൾ കണ്ടത്. ഇത്ര നേരം മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 പർവ്വതങ്ങളുടെ നടുക്ക് നല്ല വെള്ള കളറിൽ ഐസാണ്. പക്കാന്ന് വെച്ചാൽ പക്ക ഐസ് മാത്രം. ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു സൈഡിൽ നിറച്ച് പൈൻ മരങ്ങളാണ്. അതായത് നമ്മൾ ക്രിസ്മസിന് മറ്റേ ക്രിസ്മസ് കൂടിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയിക്കില്ലേ, അത്തരത്തിലുള്ള മരങ്ങളാണ് ആ ഒരു സൈഡ് നിറച്ച്. ഇവിടെ എന്ന് വെച്ചാൽ മരുഭൂമി പോലെ ചെറിയ ചെറിയ പുല്ലുകൾ മാത്രം കാണാനുണ്ട്. അതും അത്ര പച്ചപ്പ് എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. ഒരു വല്ലാത്തൊരു സ്ഥലം. ഇടയ്ക്ക് തോന്നും പൊളിയാന്ന് തോന്നും, പക്ഷെ കൈയൊക്കെ മരവിച്ചിരിക്കണോണ്ട് തോന്നും കുറച്ച് ഡേഞ്ചറാണ്. കണ്ടോ ചുരം ഇറങ്ങിക്കഴിയുമ്പോഴുള്ള വ്യൂ. നമ്മളിനിയും ഇത് അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി
ഒരു ഗ്രാമത്തിലെത്തും. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. ഇത്ര നേരം വണ്ടികളൊന്നും അധികമില്ലായിരുന്നു. ആ ഒരു പുഴയുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ വെള്ളം റിവർ ക്രോസിങ് അല്ലെങ്കിൽ വാട്ടർ ക്രോസിങ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് വൈസർ തുറന്നിടാൻ പറ്റില്ല, അടച്ചിടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല തരത്തിൽ ഫോഗ് വരുന്നുണ്ട്. ഫോഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മഴയത്തുണ്ടാവണ ഫോഗ് പോലെയല്ല. നമ്മൾ 2 വട്ടം ശ്വാസം വലിച്ച് വിടുമ്പിക്കും ഫുള്ള് കളർ എല്ലാം മങ്ങിപ്പോവും. അമ്മാതിരി ഫോഗ്, ഒരു രക്ഷയില്ല. ഒരു മഴ കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. ഞാനിപ്പം തന്നെ തണുത്തില്ലാണ്ടായി. നമ്മൾ ഓൾമോസ്റ്റ് അടിയിലെത്തി. ഇവിടെ ഒരു ക്യാമ്പൊക്കെ കാണാനുണ്ട്, പട്ടാള ക്യാമ്പൊക്കെ കാണാനുണ്ട്. ഒരുപാട് പട്ടാളക്കാരവിടെ നിൽക്കണമുണ്ട്. വരച്ച് വെച്ച പോലത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആർമിക്കാരുടെ ക്യാമ്പിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. താഴെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇതിൽ വണ്ടി ഓടിക്കുമ്പോൾ. വേറെ ഒറ്റ വണ്ടികളില്ല, നമ്മൾ മാത്രം. ഇവിടെ നിറച്ച് പാറകളൊക്കെ ഇടിഞ്ഞ് റോട്ടിലേക്ക് വീണ് നടക്കാൻ കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു റോഡാണെന്ന് തോന്നുന്നു. നല്ല തരത്തിൽ ലാൻഡ് സ്ലൈഡിങ് എന്ന് പറയാൻ പറ്റില്ല, റോട്ടിലേക്ക് കല്ലുകളൊക്കെ ഉരുണ്ട് വീണ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിറച്ച് ചരൽ പോലത്തെ മണ്ണാണ്, മണ്ണല്ല മെറ്റൽ. തണവിൽ നല്ല തരത്തിലുള്ള മാറ്റമുണ്ട്. വലിയ സീനൊന്നുമില്ല. അപ്പം മരവിക്കണ അത്ര തണുപ്പൊന്നുമില്ല. ആ ഒരു സൂര്യപ്രകാശം അടിയിലെത്തണോടുകൂടി നല്ല തരത്തിൽ വ്യത്യാസമാണെന്ന് വിചാരിക്കണം. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ സൂര്യപ്രകാശം അടിച്ചിട്ടും ഉരുകാണ്ടാണ് മലയുടെ മുകളിൽ, മലയല്ല പർവ്വതത്തിൻ്റെ മുകളിൽ ഐസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ തരത്തിലുള്ള ചൂട് ഇവിടുത്തെ സൂര്യപ്രകാശത്തിന് ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കാണ് കേട്ടോ. ഉള്ളിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞേക്കണമല്ല, അവിടേക്ക് വഴി ഉണ്ടാക്കിയേക്കണമെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയൊരു പാലൊക്കെ കാണാനുണ്ട്. നമുക്ക് പോകേണ്ടത് നേരെയാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മലകളുടെ ഒരു പ്രത്യേകത കണ്ട, ഇങ്ങനെ ഈ ഒരു കാറ്റടിച്ച് ചെരിഞ്ഞ് വീഴാൻ നിൽക്കണ പോലെയാണ് ഈ ഒരു സൈഡിലത്തെ മലകളുടെ ഷേപ്പ് എന്ന് വെച്ചാൽ. ഫുള്ള് കോരിയെടുത്തേക്കണാണോ അതോ ഇങ്ങനെയാണോ ഇതിൻ്റെ ഷേപ്പ് എന്നൊന്നും അറിയില്ല. അപ്പുറത്തെ സൈഡിൽ ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ പമ്പിലെത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട്, ക്യാനിലും പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ കീഴങ്ങ് പോകും. ഇവിടെ ആൾക്കാരൊന്നും കാണാനില്ല. അയ്യോ, പമ്പ് ഓഫാണല്ലോ. 7 മണിക്കാണ് ഇവിടുത്തെ പമ്പ് തുറക്കുള്ളൂ. ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുള്ളൂ. ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് കിട്ടി. ഇനി ഇവിടുന്ന് 365 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പമ്പ്. അതായത് ലൈനിൽ മാത്രമാണ് പമ്പ്. ഇവിടുന്ന് പെട്രോള് ഫില്ല് ചെയ്യാണ്ട് ഒരു കാരണവശാലും മുമ്പോട്ട് പോരുത്. നല്ല 8ൻ്റെ മണി കിട്ടും. ബ്ലാക്കിൽ പെട്രോളൊക്കെ കിട്ടുമെന്ന് പറയാനുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. ഈ ഒരു പെട്രോൾ പമ്പ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ലുക്കാണ് കേട്ടോ കാണാൻ. ഈ ഒരു സൈഡിൽ കുറേ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് സൂര്യപ്രകാശം ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല. അവിടെ നിറച്ച് സൂര്യപ്രകാശമാണ്. കറക്റ്റ് 6:84 തന്നെ അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. പമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിംഗ് ആണ്. വണ്ടിയിൽ വന്ന് ക്യാൻ അടിച്ച് ഇവിടെ പെട്രോളിന് 74 രൂപ കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം തുറന്നു തന്നെ കേട്ടോ. അല്ലെങ്കിൽ നല്ല തരത്തിൽ എയർ കയറിൻ്റെ ഉള്ളിൽ. നമ്മളെ ടാങ്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. 4.5 ലിറ്ററാണ് ഓരോ ക്യാനും. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് 365 കിലോമീറ്റർ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതായത് ഈ ഒരു ഫുൾ ടാങ്കിൽ നമ്മളെങ്ങനെ പോലും ഒരു 220 ആ ഒരു സംതിങ് കിലോമീറ്റർ ഓടും. പിന്നെ ഒരു 100-150 കിലോമീറ്ററോളം ഉണ്ട്. അത് നമുക്ക് ക്യാനിലത്തെ പെട്രോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ച് വരുമ്പോഴും ചിലപ്പോൾ ക്യാനിൻ്റെ ഉപയോഗം ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുത്തിക്കുലുങ്ങുമ്പോൾ പൊട്ടിയെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ ചൂട് കുറവായതുകൊണ്ട് അത്ര മാരകമായിട്ടുള്ള ഗ്യാസൊന്നും ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഇല്ല. നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൂസാക്കിയിട്ടൊന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് താണ്ടി. ഈ ഒരു സൈഡിലായിട്ട് 2 നദികൾ തമ്മിൽ കൂട്ടിമുട്ടണ സംഗമം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ടണ്ടിയാണോ ടാണ്ടിയാണോ എന്നറിയില്ല, ടാണ്ടി ബ്രിഡ്ജ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇരുമ്പ് പാലമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയിൽ കയറിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമുക്കൊരു ഇരുമ്പ് പാലം കിട്ടണത്. അങ്ങനെ നമ്മൾ കിലോങ്ങിലേക്ക് ഇനി ഒരു 5 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ വെയിലുള്ള ആ ഒരു റോട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ആ ഒരു സൈഡിൽ വെയിൽ കാണാനുണ്ട്. നമുക്ക് ഈ ഒരു തണവ് ഇതെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് അവസ്ഥയിലാണ് ഇപ്പോൾ.
ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറത്ത് നല്ല തരത്തിൽ വെയിൽ കാണാം ഗൈസ്. ഓ സൂര്യപ്രകാശം. അയ്യോ ഇനി കുറച്ച് നേരം പൈസ തുറന്നിട്ട് സൂര്യനെ കണ്ടു. നല്ലൊരു ദിവസം പോലും സൂര്യനാണ് നമ്മൾ വണ്ടി ഓടിച്ചു പറഞ്ഞത്. അയ്യോ പക്ഷെ അവിടുത്തെ സൂര്യന് ചൂടില്ല എന്നുകൊണ്ട് കേട്ടോ, തീരെ ചൂട് ഫീൽ ചെയ്യണില്ല. ഇതൊക്കെ ഹോട്ടലുകളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും കെട്ടിടങ്ങളുണ്ട്. ആ മുകളിൽ ഫുള്ള് ഇതേപോലത്തെ ഫ്ലാഗാണ് കേട്ടോ. നമ്മളിത് ഇന്നലെ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഏകദേശം ഒരെണ്ണത്തിന് 50 രൂപ വെച്ച് വാങ്ങിച്ചു. ഞങ്ങളെ ശരിക്കും പറ്റിച്ചു എന്ന് ചെറിയൊരു ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ 10-35 രൂപയാണ് ഈ ഒരു സംഭവത്തിന് പറഞ്ഞത്. പക്ഷേ നമ്മൾ കയറിയ ഹോട്ടലിൽ, അതായത് ലാസ്റ്റ് താമസിച്ചതെന്ന് പറഞ്ഞത് 50 രൂപയാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാലത്തേക്ക് കിടക്കാണ്. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പുള്ളൂ. കറക്റ്റ് സമയത്ത് ബസ് വന്ന് ഹിമാചൽ പരിവാഹൻ അങ്ങനെ എന്താ പറയുക. അയ്യോ എന്താ അടുത്ത ബസ്. ഹിമാലയത്തിൻ്റെ അടി കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇനി പോകാൻ പോണത്. ഇവരൊക്കെ മലയാളികളാണ്. ഏകദേശം ഒരു 8-9 ബൈക്കുകളുണ്ട്. ഒരു 14 പേരോളുണ്ട് കേട്ടോ. ഇനി നമ്മുടെ യാത്ര അവിടെ നിന്ന് ഒരുമിച്ചാണ്. നമ്മളിവിടെ നിന്ന് ചെറിയ തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായയും അതേപോലെ തന്നെ 2 ചപ്പാത്തിയൊക്കെ കഴിച്ച്, ചപ്പാത്തിയല്ല ഇവിടുത്തെ റൊട്ടിയൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർ 3 പേര് RCയിൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാണ്ടാണ് വന്നേക്കണത്. എടാ നടുവിൻ്റെ അവസ്ഥ എങ്ങനെയാ? സീനൊന്നും ഇല്ല അല്ലേ? എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? 10 ദിവസം കഴിഞ്ഞു. 10ാമത്തെ ദിവസം ഇവിടെ എത്തി. 10 ആ നിങ്ങൾ എന്താ ഇറങ്ങിയത്? 12-ാം തീയതി ആണല്ലേ? ഓക്കെ അവർ പെട്ടെന്ന് എത്തിയതാണ് കേട്ടോ. വേറെ സീനൊന്നുമില്ല. നമ്മുടെ ബ്രോൻ്റെ പേര് ഇടുക്കിയിലല്ലേ വീട്? പത്തനംതിട്ട. ഇവ ഇടുക്കിക്കാരാണ്. 2-3 പേർക്കും വേറെ സീനൊന്നുമില്ല. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. വണ്ടി ഏതാണെങ്കിലും ഒരു പ്രശ്നമില്ല, ഓടിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായത്. ഇവിടെ പുതിയതായിട്ടൊരു പാലം പണിയുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടെ എല്ലാം നമ്മൾ പോകാൻ പോണത് കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ. അത്ര വലിയ മാരകമായിട്ടുള്ള റോഡൊന്നുമല്ല, വലിയ സീനൊന്നുമില്ല, ചെളിപുളിയായി കിടക്കൊന്നുമല്ല. എന്നാലും ഓഫ് റോഡാണ്. ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. വഴിക്കലുണ്ട് ഈ റോഡിൽ. ചെറിയ തരത്തിൽ വെള്ളച്ചാട്ടം കാണാനുണ്ട്. മുകളിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട്. ആഹാ ഇതാണ് വെള്ളച്ചാട്ടം. പിന്നെ അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണെന്ന് തോന്നുന്നു. ഇവിടെ പണികളൊക്കെ നടക്കണ കാരണം റോഡ് അത്ര ക്ലിയർ അല്ല. ഇപ്പോൾ സമയം ഏകദേശം 8:45 കേട്ടോ. ഇവിടെയാണ് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം സൂര്യപ്രകാശം എത്തണം എന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇവിടെ പല സ്ഥലങ്ങളിലും ഈ ഒരു സമയത്ത് സൂര്യപ്രകാശം എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കണമല്ലോ. ഇതിന് മുകളിലൊക്കെ നല്ല തരത്തിൽ പ്രകാശം ഉണ്ടായിരുന്നു. തീരെ ചൂടില്ലാത്ത പ്രകാശമാണ് കേട്ടോ. ഇപ്പോഴും നല്ല തരത്തിൽ തണുക്കണുണ്ട്. 3 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 3 മുതൽ 7 വരെ. നമ്മളിപ്പോൾ ചെറിയൊരു ഗ്രാമത്തിൽ കൂടെയാണ് പോണത്. ജിസ്പയിലേക്ക് വലിയ കാര്യമായിട്ടുള്ള ദൂരമില്ല. സിസ്സുവിലേക്ക് ഏകദേശം ഒരു 50-55 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ ഫുള്ള് പട്ടാള ക്യാമ്പുകൾ പോലെയാണ് തോന്നിക്കെങ്കിലും നോർമലായിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ജിസ്പയിൽ എത്തിയിരിക്കുകയാണ്. വളരെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു ഗ്രാമം. സർച്ചുലിക്ക് ഇനി ഇവിടെ നിന്ന് 82 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പർവ്വതം പോലത്തെ മലയാണെന്നറിയില്ല, ഈ ഒരു സംഭവത്തിന് എന്തോ ഒരു പ്രത്യേക പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലുക്കാണ് കേട്ടോ. നമ്മൾ സിമെൻറ്റോട്ട് ഇങ്ങനെ തേച്ച് മെനിക്ക് വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ദുൽഖർ പറഞ്ഞ നീലാകാശം, പച്ചക്കടലിന് പകരം പച്ചപ്പുഴ, പിന്നെ ചുവന്ന ഭൂമി. ഫുള്ള് ചുവന്ന് കിടക്കാണ്. ഇത് ആ മലയുടെ ഒക്കെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ളൊരു റെഡിഷ് ആയിട്ടുള്ള കളറാണ്. എനിക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് എന്തോ ഒരു വല്ലാത്ത ഇതുപോലെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൂളൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കൂളൻറ്റിൻ്റെ കളറാണ് ഇവിടുത്തെ വെള്ളത്തിൽ. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ എനിക്ക് സത്യമാണ്, ഞാനിപ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കാണണമെന്ന് ഇപ്പോഴും
ശരിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. മൂക്കൊക്കെ ആകെ അടഞ്ഞു. നല്ല തണവാണ് ഇവിടെ. എന്തോ ഒരു വലിയ പാലം പണിതുകൊണ്ടിരിക്കാനായിട്ട്, പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ പാലത്തിൻ്റെ പണി നടക്കണതുകൊണ്ടാവണം കട്ട ഓഫ് റോഡാണ് കുറച്ച് ദൂരത്തേക്ക്. ചെറിയൊരു പാലം കൂടി ഉണ്ട്, ആ ഒരു പാലം വരെയുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അപ്പോൾ നമ്മുടെ അടുത്ത പാസുകളൊക്കെ ഇവിടെ കാണിക്കണം എന്ന് തോന്നുന്നു. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു പ്രത്യേകത ആണ്. വീടുകളല്ല, കടകളാണ്. ഫുള്ളി കല്ലിങ്ങനെ വെച്ച് ഷീറ്റ് വെഞ്ഞേക്കാണ് കേട്ടോ. അതായത് സിമെൻറ്റ്, മണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയാണ്. ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മണാലിക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം ഓടിച്ച ഇരുമ്പ് പാലം ഇതാവായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഒരു വർഷത്തിനുള്ളിലൊക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞ് വിചാരിക്കണം. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. ഒരു 750 മീറ്ററിന് മേലെ, ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ടെന്ന് തോന്നുന്നു.